തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവനെല്ലാം അകത്തു പോകും, യാതൊരു സംശയവും വേണ്ട. ശബരിമല അയ്യപ്പനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഈ പ്രദേശത്തെ ഈശ്വര വിശ്വാസികളെ സാക്ഷി നിർത്തി പറയുന്നു, യവന്മാരെ എല്ലാം അകത്തിടും, യാതൊരു തർക്കവും വേണ്ട. കുറ്റപത്രം തയ്യാറാക്കും, കയ്യാമം വെച്ച് കൊണ്ടുപോകും. കണ്ടോ നിങ്ങള്? മെയ് മാസം 4 കഴിഞ്ഞ് കണ്ടോ? ഇതൊരു വെല്ലുവിളിയല്ല, യുക്ത പ്രഖ്യാപനമല്ല. കുറ്റം ചെയ്താൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അപരാധികൾ ശിക്ഷ വാങ്ങണം. വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. 10 കൊല്ലം ഭരിച്ചു ഉമ്മൻചാണ്ടി. കേരളം ഭരിക്കുമ്പോൾ അരിയുടെ വില, പെട്രോളിന്റെ വില, ഡീസലിന്റെ വില, ഗ്യാസിന്റെ വില എല്ലാം ഒന്ന് എടുത്തു നോക്ക്. ദേശാഭിമാനി എഴുതി ഇനി ഒരു വിലക്കയറ്റവും ഉണ്ടാവില്ല. അത് എഴുതിയ ദേശാഭിമാനിയുടെ വില വർദ്ധിപ്പിച്ചു യവന്മാര്. എന്നാ അതെങ്കിലും ചെയ്യണ്ടേ മര്യാദയ്ക്ക്? വിലക്കയറ്റം ഉണ്ടാകില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണം മടിയിൽ വെച്ച് കൊട്ടയുമായി കമ്പോളത്തിൽ ചെന്നാൽ കൊട്ട നിറച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് വരാം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി 10 വർഷം ഭരിച്ചു. ഇപ്പൊ കൊട്ട നിറച്ച് കാശ് കൊണ്ടുപോയാൽ ഉള്ള സാധനം വാങ്ങിച്ച് മടിയിൽ വെച്ച് കൊട്ട വെയിൽ കൊള്ളാതെ തലയെ കമത്തി കൊണ്ടുവരാം. രൂക്ഷമായ വിലക്കയറ്റം. അരിയുടെ വില, പച്ചക്കറിയുടെ വില, പലവ്യഞ്ജനത്തിന്റെ വില, പഴവർഗ്ഗങ്ങളുടെ വില, ഗ്യാസിന്റെ വില, പെട്രോളിന്റെ വില, ഡീസലിന്റെ വില. വില കയറാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ, വില കുറഞ്ഞ ഒറ്റ സാധനമേ ഉള്ളൂ. അത് കേരളത്തിലെ മുഖ്യമന്ത്രി. വേറെ ആരുടെയും വില കൂടിയിട്ടില്ല, ഇത് കുറഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾക്കറിയാമോ, മാവേലി സ്റ്റോറിൽ 15 ഐറ്റം സബ്സിഡി ഐറ്റങ്ങളാണ്. 15 എണ്ണത്തിന് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കും. വില കുറവാണ്. മാർക്കറ്റ് ഇന്റർവെൻഷൻ, കരിഞ്ചന്ത ഇല്ലാതാക്കാൻ. ആ 15 സാധനത്തിൽ ഒരു സാധനം ഈ മജീർ പള്ളിയിലെ മാവേലി സ്റ്റോറിലുണ്ടെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പണി ഞങ്ങൾ ചെയ്യാം. എന്താ കാര്യം? മാവേലി സ്റ്റോറുകളിൽ സാധനം കൊടുക്കുന്നില്ല. കൊടുക്കാത്തത് കോടാനുകോടി രൂപ സാധനം കൊടുക്കുന്ന ആളുകൾക്ക്, കച്ചവടക്കാർക്ക് കേരള ഗവൺമെന്റ് കൊടുക്കാനുണ്ട്. ഇവിടെ ഏതെങ്കിലും ആശുപത്രി ഉണ്ടോ? പോയി നോക്ക്. മരുന്നില്ല, ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, പാരാമെഡിക്കൽ സ്റ്റാഫില്ല. ഉക്കിനടുക്കയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരംഭിച്ച മെഡിക്കൽ കോളേജ് 10 കൊല്ലം ഭരിച്ചിട്ടും ഒരാണുകട മുന്നോട്ട് നീങ്ങിയോ? കാസർഗോഡ് ആരോഗ്യരംഗത്ത് ഏറ്റവും പിന്നോക്ക. ആ പിന്നോക്കാവസ്ഥ കണ്ടുപിടിച്ച് പരിഹരിക്കാനാണ് അന്നത്തെ കളക്ടറായിരുന്ന പ്രഭാകരനെ ഉമ്മൻചാണ്ടി ഒരു കമ്മീഷനായി വെച്ചത്. പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. എന്താ റിപ്പോർട്ട്? കാസർഗോഡ് ജില്ല കേരളത്തിലെ ഏറ്റവും പിന്നോക്ക ജില്ലയാണ്. ഈ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കണമെങ്കിൽ 11,168.66 കോടി രൂപ ചെലവാക്കണം. ആരോഗ്യരംഗം അടിവരയിട്ടു. 2,688.66 കോടി രൂപ ആരോഗ്യ മേഖലയ്ക്ക് മാത്രം. നമുക്കിവിടെ പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട്, നമുക്കിവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉണ്ട്, നമുക്ക് താലൂക്ക് ആശുപത്രി ഉണ്ട്, നമുക്ക് ജനറൽ ആശുപത്രി ഉണ്ട്, നമുക്ക് ഡിസ്ട്രിക്ട് ആശുപത്രി ഉണ്ട്. താലൂക്ക് ആശുപത്രിയിൽ മുഴുവൻ സർജറിക്കുള്ള സംവിധാനമുണ്ട്. പക്ഷെ സർജറി നടക്കുന്നില്ല. എന്താ കാര്യം? അനസ്തേഷ്യ ഇല്ല, അനസ്തേഷ്യനിസ്റ്റ് ഇല്ല. അനസ്തേഷ്യ ഇല്ല, അനസ്തേഷ്യനിസ്റ്റും ഇല്ല. പിന്നെങ്ങനെയാ മനുഷ്യനെ കീറി മുറിക്കുന്നത്? അവന്റെ ബോധം കെടുത്തണമെങ്കിൽ അനസ്തേഷ്യ കൊടുക്കണ്ടേ? കൊടുക്കാൻ ഡോക്ടർ വേണ്ടേ? താലൂക്ക് ആശുപത്രിയിൽ ഓപ്പറേഷൻ നടക്കുന്നില്ല. കോവിഡ് മഹാമാരി വന്നു. കാസർഗോഡ് ഒറ്റയാള് മരിച്ചില്ല, 19 ആളുകൾ മരിച്ചു. കോവിഡ് വന്നല്ല. എന്താ കാര്യം? കർണാടകത്തിന്റെ അതിർത്തിയായ തലപ്പാടിയിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള വഴി അടച്ചു. തുടർ ചികിത്സ കിട്ടാൻ മംഗലാപുരത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് 19 പേർ മരിച്ചു കാസർഗോഡ്. അറിയോ?
2 ഗർഭിണികൾ ആംബുലൻസിൽ കിടന്ന് പ്രസവിച്ചു. 1897 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ പകർച്ചവ്യാധികൾ തടയാൻ ഒരു നിയമമുണ്ടാക്കി, എപ്പിഡമിക് ആക്ട്. ആ ആക്ടിന്റെ ചുവട് പിടിച്ച് കേരള ഗവൺമെന്റ് കോവിഡിന്റെ കാലത്ത് എല്ലാ ജില്ലാ അതിർത്തികളും അടച്ചു. 6727 എൻഡോസൾഫാന്റെ രോഗികൾ നരകയാതന അനുഭവിച്ചു. ശ്രീമതി രക്ഷപ്പെട്ടു. PPE കിറ്റ്, N95 മാസ്ക്, ഓക്സിമീറ്റർ, സാനിറ്റൈസർ, കോടാനുകോടി രൂപയുടെ PPE കിറ്റ് വാങ്ങിച്ചു, N95 മാസ്ക് വാങ്ങിച്ചു, സാനിറ്റൈസർ വാങ്ങിച്ചു, ഓക്സിമീറ്റർ വാങ്ങിച്ചു. കോടികൾ തട്ടി. ചോദിക്കാനും പറയാനും ആരുമില്ല. എന്താ കാര്യം? ഡബിൾ ലോക്ക്ഡൗൺ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പിണറായി വിജയൻ 2026 കോവിഡ് ഇല്ല, ലോക്ക്ഡൗൺ ഇല്ല, ഡബിൾ ലോക്ക് ഇല്ല, ട്രിപ്പിൾ ലോക്ക് ഇല്ല. ഈ ജനങ്ങൾ മുഴുവൻ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യും, ബാലറ്റ് പേപ്പർ കിട്ടും, കോടി അടയാളം കാണും, കുത്തും. ഇവിടെ ആരെ തോപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ. ഈ മഞ്ചേശ്വരത്ത്, ഈ കാസർഗോഡ് മെയ് 4-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് പോകുമ്പോൾ അവിടെ അസ്ലമക്കേരിപ്പുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് പടന്ന, അതുപോലെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബാവയുണ്ട്. ഞാൻ തൃക്കരിപ്പൂര് ഇത്തവണ സന്ദീപ് വാര്യർ MLA, നീലകണ്ഠൻ ഉദുമ MLA. സാധാരണ കാസർഗോഡ് നിന്ന് 2 MLA-മാരെ സത്യപ്രതിജ്ഞയ്ക്ക് പോകും, ഇത്തവണ 4 എണ്ണം പോകും. 4 എണ്ണത്തിനെ കൊണ്ട് MP പോകാൻ പോകുന്നത്. കാരണം മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്ടും മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി.